ഹായ് ഹലോ. എന്താണ് നിങ്ങളുടെ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം? എൻ്റെ അഭിപ്രായം പറയട്ടെ. ഞാൻ ഇന്ന് പറയുന്ന അഭിപ്രായമായിരിക്കില്ല ബിഗ് ബോസിൻ്റെ എൻഡിങ് ടൈമിലുള്ള എൻ്റെ അഭിപ്രായം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ ഇട്ടതിന് രേണു സുധീനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് എന്നുള്ള രീതിക്കുള്ള അതിനെ റിയാക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, ഞാൻ ആ വ്യക്തിയെ ആ ഒരു പേര് വിളിച്ചത് ഒരിക്കലും ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അതുകൊണ്ട് രേണുസുധി നല്ലതാണെന്നോ അവരുടെ ക്യാരക്ടർ നല്ലതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അവരുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്ന ഒരാളെ പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് അല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെ ആക്രമിക്കാൻ നിൽക്കരുത്, അതത്ര നല്ല പ്രവണതയല്ല. അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ ആളാണ് അനുവിനെ നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ ഭയങ്കരമായിട്ട് കണ്ടിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവരുടെ റിയൽ ക്യാരക്ടർ നമുക്കറിയില്ല. ഷോയുടെ ആ ഒരു ടൈമിലുള്ള ക്യൂട്ട്നെസ്സും കൊച്ചു വാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ 24/7 ബിഗ് ബോസിൽ അവരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പലരും സ്റ്റാർട്ടിങ്ങിൽ ഫേവറേറ്റ് ആയിട്ടുള്ള പലരും ബിഗ് ബോസിൻ്റെ എൻഡിങ്ങിൽ നമുക്കത്ര താല്പര്യം ഇല്ലാത്തവരായിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് ആദ്യം തീരെ മോശമെന്ന് തോന്നിയ ആൾ നല്ല ആളായിട്ട് തോന്നും. അതിന് എക്സാമ്പിളാണ് അനീഷ് ഫസ്റ്റ് വന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഇയാൾ എന്ത് ചൊറിയനാണ്, ഇതുപോലൊരു ചൊറിയനായിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെ സഹിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അതിൽ പറയുന്ന പല കാര്യങ്ങളും കാര്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഭയങ്കര സൈലൻ്റായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിലധികം സംസാരിക്കാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത ബിന്നി. ആ കുട്ടി ഒരു നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ജിസേൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെ ഫിഗർ വെച്ചിട്ട് അവർ ഭയങ്കര മോഡേണാണ്, നമ്മുടെ ഈ കേരളീയ തനത് സംസ്കാരവുമായിട്ട് യോജിക്കാത്ത രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്ന ഒരാൾ, അങ്ങനെ അല്ലാതെ നോക്കുവാണെങ്കിൽ ബേസിക്കലി ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ ഒരു റെസ്പെക്റ്റും മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ നമുക്ക് മറ്റൊരാളിൽ നിന്ന് എങ്ങനെയാണ് റെസ്പെക്റ്റ് കിട്ടുന്നത് എന്നുള്ളത് അവരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവരുടെ ഡ്രസ്സിങ്ങോ അവരുടെ ബോഡിയോ ഒന്നുമല്ല, അവരുടെ ക്യാരക്ടറാണ് അങ്ങനെ ഒരു ഓഡിയൻസിനെ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾക്ക് കുറച്ച് അധികം ഫാൻസ് ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ അത്യാവശ്യം അനുമോളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റാതെ ഞാൻ നിന്ന് കരയാറുണ്ട്, അല്ലെങ്കിൽ കരഞ്ഞു മെഴുകി ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. അപ്പോൾ അനുമോളെ ഇപ്പോൾ ബിഗ് ബോസ് കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങനെ ആവാൻ പാടില്ല, ഒരു പെൺകുട്ടി ഇങ്ങനെ ആവാൻ പാടില്ല. ഞാനിപ്പോൾ എൻ്റെ മോളെ കൂടെ ഇരുന്നാണ് TV കാണുന്നത്.